ജനിച്ച് 80ാമത്തെ ദിവസം മുതൽ എൻ്റെ 4ാമത്തെ വയസ്സ് വരെ അടുത്ത വീട്ടിൽ വലിയൊരു കുളിമുറി ഉണ്ടായിരുന്നു. ആ കുളിമുറിയുടെ ഒരു പാർട്ടിലാണ് ഞങ്ങൾ താമസിച്ചത്. എൻ്റെ വീട് പട്ടാന്ന് മീൻസ് പാലക്കാടിൽ ഓല ഒക്കെ അറിയാം, പനയുടെ ഓല എന്ന് പറയുന്നത്. അത് വെച്ചിട്ടാണ് എൻ്റെ വീടുണ്ടായിരുന്നത്. അധ്യാപകർ തന്നെ ചിലപ്പോൾ വരാറുണ്ട്. അപ്പം ഇരിക്കാൻ കൊടുക്കാൻ ഒരു ചെയർ ഉണ്ടായിരുന്നില്ല. ആദ്യമായിട്ട് ഞാൻ കിട്ടിയ പൈസ കൊണ്ട് അന്ന് 350 രൂപ സംതിങ് ആണ് പ്ലാസ്റ്റിക് ചെയർ. എൻ്റെ വീട്ടിൽ ആദ്യമായിട്ട് പ്ലാസ്റ്റിക് ചെയർ വാങ്ങിച്ചത് ഞാനാണ്. ഞാൻ എൻ്റെ ഒരു +2 വരെ എനിക്ക് തോന്നുന്നു പുതിയതായിട്ടൊരു ഡ്രസ്സ് ഞാൻ ഇട്ടിട്ടില്ല. എനിക്ക് സ്വന്തമായിട്ട് 4 4 വീലേഴ്സ് ഉണ്ട്. വീട്ടിൽ 9ഓളം ബൈക്കുകളുണ്ട്. സോ അതാണ് എൻ്റെ ജീവിതത്തിലെ ടേണിംഗ് പോയിൻ്റ്. ടേണിംഗ് പോയിൻറ്റിൻ്റെ വഴിത്തിരിവുകൾ നിറഞ്ഞ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പലർക്കും പല ആഗ്രഹങ്ങളുണ്ടാവും. ഒന്നല്ലെങ്കിൽ പോലീസുകാരനാകുക, അല്ലെങ്കിൽ ഡോക്ടർ, എൻജിനീയറിങ്, അങ്ങനെ പല ആഗ്രഹങ്ങളുണ്ടാവും. എന്നാൽ 5ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കുട്ടിക്ക് തോന്നിയ ആഗ്രഹമാണ് ബിസിനസ്സുകാരനാകുക എന്നുള്ളത്. ആ കുട്ടി വളർന്ന് പിൽക്കാലത്ത് 2 സ്ഥാപനങ്ങളുള്ള ഒരു ബ്രാൻഡ് ഡെവലപ്പ് ചെയ്ത ഒരു കഥയാണ് നമ്മളിന്ന് കേൾക്കാൻ പോകുന്നത്. ഓട്ടർ എന്ന ബ്രാൻഡിൻ്റെ സാരഥിയായിട്ടുള്ള രാജേഷാണ് ഇന്ന് ടേണിംഗ് പോയിൻറ്റിൽ അതിഥിയായി എത്തിയിരിക്കുന്നത്. വെൽക്കം ടു ടേണിംഗ് പോയിൻറ്റ്. താങ്ക് യു സർ. ഇപ്പോൾ നമ്മൾ പഠിക്കുന്ന കാലഘട്ടത്തിൽ ടീച്ചർ അല്ലെങ്കിൽ സാറ് ചോദിക്കും നിങ്ങൾക്ക് എന്താകാനാണ് ആഗ്രഹമെന്ന്. അപ്പോൾ രാജേഷ് ഭായിയുടെ അടുത്ത് ടീച്ചർ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചിട്ടില്ല. ഇല്ല. ഓക്കെ. നമ്മളൊരു സാഹചര്യം കൊണ്ട് വീട്ടിൽ സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടിലായിരുന്നു. സോ അന്നത്തെ ആഗ്രഹങ്ങൾ നടന്നു പോകാൻ ഒരു 5ാം ക്ലാസ്സുകാരന് ഒന്നും ചെയ്യാൻ പറ്റില്ല. സോ അപ്പോൾ ഉള്ളൊരു ആഗ്രഹം എന്ന് വെച്ചാൽ ഒരു ബിസിനസ് അന്ന് ചെയ്തിരുന്നത്, ആദ്യമായിട്ട് ഞാൻ ചെയ്തിരുന്നത് ഈ പ്രൊജക്ട്സിൻ്റെ മെറ്റീരിയൽസ് നമുക്ക് വേറെ വാങ്ങിക്കാൻ കിട്ടും. സോ അതിനെ ഫോട്ടോ കോപ്പി എടുത്ത് കൂട്ടുകാർക്ക് സെല്ല് ചെയ്യാനായിരുന്നു. അതായത് 1 രൂപയ്ക്ക് ഞാൻ ഫോട്ടോസ്റ്റാറ്റ് എടുക്കും, 2 രൂപയ്ക്ക് സെല്ല് ചെയ്യും. അങ്ങനെ ഉള്ള ആദ്യം ചെയ്ത ബിസിനസ് അതായിരുന്നു. സോ അന്ന് എനിക്ക് അതിന്ന് എൻ്റെ ബുക്സ് വാങ്ങിക്കാനുള്ള പൈസ അതിനകത്തുനിന്ന് കണ്ടെത്തിയിരുന്നു. വീട്ടിൽ സാമ്പത്തികം വളരെ കുറവായിരുന്നു. വെച്ചാൽ സ്വന്തമായിട്ടൊരു വീട് പോലും ഉണ്ടായിരുന്നില്ല. ജനിച്ച് 80ാമത്തെ ദിവസം മുതൽ എൻ്റെ 4ാമത്തെ വയസ്സ് വരെ അടുത്ത വീട്ടിൽ വലിയൊരു കുളിമുറി ഉണ്ടായിരുന്നു. ആ കുളിമുറിയുടെ ഒരു പാർട്ടിലാണ് ഞങ്ങൾ താമസിച്ചത്. എന്ന് വെച്ചാൽ അവർ കുളിക്കുമ്പോൾ ഞങ്ങൾ പുറത്ത് മാറി നിൽക്കും. എന്ന് വെച്ചാൽ ആ ഒരു സാഹചര്യമായിരുന്നു. വെച്ചാൽ അച്ഛനും എല്ലാം കൃഷിപ്പണി, കൂലിപ്പണി അങ്ങനെയുള്ളായിരുന്നു. അപ്പോൾ പിന്നെ വീട് ഇല്ലായിരുന്നു. സോ അച്ഛൻ അവിടുത്തെ കാര്യസ്ഥനായിരുന്നു. അപ്പോൾ ആകെയുള്ളൊരു മുറി അതായിരുന്നു. അപ്പം ഞങ്ങൾ അവിടെയാണ് എൻ്റെ 80ാമത്തെ ദിവസം മുതൽ ആക്ച്വലി ഈ 4 വയസ്സ് വരെ ഞങ്ങൾ അവിടെയാണ് താമസിച്ചത്. സോ അതിന്ന് നമുക്കെന്ന് വെച്ചാൽ എനിക്ക് ബുക്സുകളോടും ഇലക്ട്രോണിക്സിനോടും ഭയങ്കര താല്പര്യമായിരുന്നു. അപ്പം ഇതിന്ന് എന്തെങ്കിലും പൈസ വാങ്ങിക്കണമെങ്കിൽ എന്തെങ്കിലും പൈസ ഉണ്ടാക്കണം. സോ അങ്ങനെയാണ് ഞാൻ ആക്ച്വലി ബിസിനസ് എന്നല്ല, എനിക്ക് അറിയാവുന്നൊരു മാർഗ്ഗം എന്ന് വെച്ചാൽ പ്രൊജക്റ്റിന് കുട്ടികൾക്ക് ഇത് ആവശ്യമുണ്ട്. അപ്പം ഞാൻ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് കുറഞ്ഞ ചിലവിൽ ഫോട്ടോസ്റ്റാറ്റ് എടുക്കാൻ പറ്റും. സോ അതെടുത്ത് ഞാനത് കുട്ടികൾക്ക് ഇടയിൽ തന്നെ ആദ്യമായിട്ട് അങ്ങനെയാണ് ഞാൻ ആദ്യത്തെ ഒരു ബിസിനസ് എന്നുള്ളത് സ്റ്റാർട്ട് ചെയ്തത്. അപ്പം അന്ന് അങ്ങനെ ആ ഒരു സ്വന്തം ഇപ്പോൾ ബുക്ക് വാങ്ങാൻ വേണ്ടിയിട്ടാണ് അന്ന് ആരംഭിച്ചതെങ്കിലും അന്ന് നമ്മൾ തോന്നിയിരുന്നു എനിക്ക് എൻ്റെ ഒരു ലക്ഷ്യം ഇത് ബിസിനസ്സാണെന്ന് തോന്നിയിരുന്നു? ഇല്ല, ബിസിനസ്സാണെന്ന് എനിക്ക് തോന്നിയില്ല. അന്ന് എനിക്ക് എൻ്റെ ആഗ്രഹങ്ങൾ നടത്താൻ വേണ്ടിയിട്ടുള്ളൊരു മാർഗ്ഗമായിട്ടാണ് കണ്ടെത്തിയത്. എനിക്ക് ആദ്യമായിട്ട് പിന്നെ അതിനുശേഷം ഞാൻ ഇലക്ട്രീഷ്യൻ വർക്കിന് പോകുമായിരുന്നു. അപ്പോൾ എനിക്ക് ആദ്യമായിട്ട് കിട്ടിയതൊരു 30 രൂപ. ഒരു ദിവസം മുഴുവൻ ശനിയും ഞായറും ഞാൻ വർക്കിന് പോകുമായിരുന്നു. അപ്പോൾ ഒരു ദിവസം ഫുൾ ഡേ വർക്ക് ചെയ്താൽ 30 രൂപ കിട്ടായിരുന്നു. അത് പഠിച്ചുകൊണ്ടിരിക്കുമല്ലോ. 5ാം ക്ലാസ് ലാസ്റ്റൊക്കെ ആകുമ്പോൾ ഞാൻ അടുത്ത വീട്ടിലൊരു ചേട്ടൻ്റെ കൂടെ ഇലക്ട്രീഷ്യൻ വർക്കിന്. അപ്പോൾ ഒരു ദിവസം മുഴുവൻ പണിയെടുത്ത് കഴിഞ്ഞ് 30 രൂപ നമുക്ക് കിട്ടുമായിരുന്നു. അപ്പോൾ അതൊരു വലിയൊരു എന്നെ സംബന്ധിച്ചിടത്തോളം 30 രൂപ എന്ന് പറഞ്ഞാൽ വലിയൊരു എമൗണ്ട് ആയിരുന്നു. സോ വീട്ടുകാരെ ഡിപ്പെൻഡ് ചെയ്യാതെ എനിക്ക് ബുക്സ് വാങ്ങിക്കാനും എനിക്ക് ഇലക്ട്രോണിക്സ് കുറച്ച് അധികം കമ്പം കൂടുതലാണ്. അപ്പം എന്തെങ്കിലും പുതിയൊരു സാധനം കാണുമ്പോൾ അത് പരീക്ഷിക്കണം തോന്നും. സോ അതിനുള്ള പൈസയായിട്ട് ഞാനത് കണ്ടിട്ടുണ്ട്. എവിടെ രാജേഷിൻ്റെ സ്വദേശം? എൻ്റെ സ്വദേശം പാലക്കാട് ജില്ലയിലെ കോട്ടായി എന്ന് പറഞ്ഞൊരു ഗ്രാമത്തിലാണ്. ചെറിയൊരു ഗ്രാമമാണ്. അവിടെയാണ്. അച്ഛൻ കൃഷിക്കാരനാണെന്ന് പറഞ്ഞായിരുന്നു. വീട്ടിൽ വേറെ ആരൊക്കെ ഉണ്ട്? അപ്പോൾ 2 ഏട്ടന്മാരുണ്ട്. അവരാണുള്ളത്. പിന്നെ അവരുടെ ഭാര്യമാരും പിന്നെ എൻ്റെ ഭാര്യ, അങ്ങനെയാണുള്ളത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ 5ാം ക്ലാസ് നമ്മളിത് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ പഠനമൊക്കെ എങ്ങനെയായിരുന്നു?
പഠനം ഞാൻ 4 വരെ സ്കൂളിൽ ടോപ്പ് ആയിരുന്നു. സ്കൂളിൽ എല്ലാ വർഷവും എനിക്ക് സ്കൂളിൽ നിന്ന് സ്കോളർഷിപ്പ് കിട്ടുമായിരുന്നു. ആക്ച്വലി അതെനിക്കൊരു വലിയൊരു ബെനിഫിറ്റായിരുന്നു. വെച്ചാൽ ഒരു 1500-2000 രൂപ എല്ലാ വർഷവും എനിക്ക് സ്കൂൾ ഫസ്റ്റ് ആയത് കിട്ടും. അപ്പോൾ ആ പൈസ കൊണ്ടാണ് എനിക്ക് യൂണിഫോമും ബുക്സും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. സോ അതെനിക്കൊരു വലിയ ബെനിഫിറ്റായിരുന്നു. പഠനത്തിൽ വലിയ മോശമായിരുന്നില്ല, അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ പോകുന്നുണ്ടായിരുന്നു. സയൻസിനോടാണ് കൂടുതൽ താല്പര്യം. അപ്പം ടീച്ചേഴ്സിനോടും എന്നോട് ഒരു നല്ല ഇൻട്രസ്റ്റ്. അപ്പം കുറച്ച് കൂടുതൽ കാര്യങ്ങൾ, അതായത് പഠനത്തിലല്ലാത്ത കാര്യങ്ങൾ എനിക്ക് പറഞ്ഞുതരാൻ അവർ റെഡിയായിരുന്നു. ടീച്ചേഴ്സ് നല്ല സപ്പോർട്ടായിരുന്നു. പാലക്കാട് സ്കൂളിൽ തന്നെയായിരുന്നു ആദ്യം പഠിച്ചത് NJBS എന്ന് പറഞ്ഞൊരു LP സ്കൂളിലാണ് പഠിച്ചത്. അതിനുശേഷം ഹൈസ്കൂൾ കോട്ടായി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഹൈസ്കൂൾ പഠിച്ചത്. പിന്നീടുള്ള പഠനങ്ങൾ പിന്നീട് പുളിയപ്പറമ്പ് എന്ന് പറഞ്ഞൊരു സ്കൂളിലായിരുന്നു അടുത്തതായിരുന്നു. പിന്നെ എഞ്ചിനീയറിംഗ് AMA ആണ് ചെയ്തത്. പിന്നെ അതിനുശേഷം മെക്കാനിക്കൽ ഡിപ്ലോമയും കൂടെ ചെയ്തിട്ടുണ്ട്. ഈ പഠനശേഷം പിന്നീട് എന്തൊക്കെയാണ് നമ്മൾ ചെയ്തിരുന്നത്? ശരിക്കും ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാനൊരു 7ാം ക്ലാസ് എത്തിയപ്പം ആക്ച്വലി ഞാൻ ഒരു മിക്സിയുടെ ഷോപ്പിലോട്ട് പോവുകയാണ് ഉണ്ടായത്. അപ്പോൾ എനിക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് 7 എന്നുള്ള കാലഘട്ടത്തിൽ എൻ്റെ നാട്ടുകാർ എന്നെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുമെന്ന് വെച്ചാൽ ഞാൻ എന്തെങ്കിലുമൊക്കെ നേരാക്കി കൊടുക്കുന്ന അവർക്കൊരു ഇതുണ്ടായിരുന്നു. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ എൻ്റെ വീട്ടിൽ കൊണ്ടുതരും. അങ്ങനെ TV ആണെങ്കിലും റേഡിയോ ആണെങ്കിലും എൻ്റെ അടുത്ത് സർവീസ് ചെയ്യാൻ കൊണ്ടുതരും. കാരണം മറ്റുള്ള ടെക്നീഷ്യന്മാർ ചെയ്യുന്നതിനേക്കാളും കുറഞ്ഞ ചിലവിൽ എനിക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നുണ്ട്, ക്വാളിറ്റിയോടുകൂടി ചെയ്തു കൊടുക്കാം. അപ്പം ഒരുപാട് നാട്ടുകാർ എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു ഒരാഴ്ചയിൽ എനിക്ക് അന്ന് ഒരു 1500 രൂപയുടെ പ്രോഫിറ്റ് കിട്ടുമായിരുന്നു, സർവീസിൽ കിട്ടുമായിരുന്നു. അപ്പോൾ എന്ന് വെച്ചാൽ അന്ന് വലിയ സംഭവമാണ്. അപ്പം അങ്ങനെ എനിക്ക് നാട്ടുകാർ സപ്പോർട്ട്. അപ്പോൾ ആ സമയത്ത് തന്നെ ഞാനത് ചെയ്തു. പിന്നെ 7ാം ക്ലാസ് ലാസ്റ്റായപ്പം ഞാൻ സ്വന്തമായിട്ട് മിക്സി ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു. അപ്പോൾ എൻ്റെ നാട്ടിൽ ഇപ്പോൾ ഒരു 14 മിക്സികളോളം ഞാൻ വിറ്റു. ഞാൻ ഈ 7-ന്ന് 8ാം ക്ലാസ്സിലോട്ട് പോകുന്ന ആ കാലഘട്ടത്തിൽ. അതെങ്ങനെയാണ് ഉണ്ടാക്കിയിരുന്നത്? എങ്ങനെയാണ് മിക്സി? ഇത് മിക്സിയുടെ സ്പെയർ പാർട്സുകൾ കോയമ്പത്തൂരും പാലക്കാടൊക്കെ അവൈലബിൾ ആണ്. അത് നമ്മൾ നല്ല ക്വാളിറ്റിയുള്ള മോട്ടർ നമ്മൾ എടുത്ത് നമ്മൾ വൈൻഡ് ചെയ്യിക്കാൻ കടയിൽ കൊടുക്കും, പരിചയമുണ്ട്. അപ്പോൾ അവിടെ കൊടുത്ത് അവർ നമുക്ക് ചെയ്തു തരും. നമ്മളത് മിക്സി ആയിട്ട് അസംബിൾ ചെയ്യാനുള്ളൊരു വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടല്ല, ഒരു അസംബിൾ ചെയ്യാനുള്ളൊരു സാധനമായിരുന്നു. നല്ല ക്വാളിറ്റിയിൽ നല്ല ജാറുകളൊക്കെ കൊടുത്ത് അങ്ങനെ കൊടുക്കുമായിരുന്നു. അപ്പോൾ ഇപ്പോഴും ലാസ്റ്റ് നമ്മളൊരു പരിപാടിയിൽ പറഞ്ഞപ്പം എൻ്റെ ഒരു ഫ്രണ്ട് ആക്ച്വലി അവൻ എന്നെ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഇപ്പോഴും നിൻ്റെ മിക്സി വർക്ക് ചെയ്യുന്നുണ്ട്. ഏകദേശം ഒരു 14 വർഷത്തോളമായി ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട്. ഫോട്ടോ ഉൾപ്പെടെ എനിക്ക് അയച്ചു തന്നിരുന്നു. അങ്ങനെ ഒരു കാര്യമായിരുന്നു. പിന്നെ അതിനുശേഷം എനിക്ക് എന്ന് വെച്ചാൽ നമ്മുടെ കണ്ണ് കാണാത്തൊരു സാറ് ഉണ്ടായിരുന്നു. എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരു സാറ് മുരളി സാർ എന്നാണ് പറയുന്നത്. അപ്പോൾ പുള്ളി ഒരുപാട് ബുദ്ധിമുട്ടുകൾ വെച്ചാൽ യാത്ര ചെയ്യുമ്പോൾ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പുള്ളിക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കണം എന്നുള്ളൊരു ഇതായിരുന്നു. അങ്ങനെയാണ് ഞാനൊരു ഒരു സംഭവം ഇന്നോവേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ പോക്കറ്റിൽ ഇട്ട ഒരു പെന്ന് ആയിട്ട് ഒരു ഡിവൈസ്. സോ എവിടെയെങ്കിലും തടസ്സം ഉണ്ടെങ്കിൽ പുള്ളിക്ക് അത് ഇൻറ്റിമേഷൻ കിട്ടും. അങ്ങനെ ഒരു ഇന്നോവേഷൻ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. സോ അത് ഞാൻ നമ്മളെ APJ അബ്ദുൽ കലാം സാറിന് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. പുള്ളി എന്നെ അപ്രിഷ്യേറ്റ് ചെയ്തു. ഇത് കണ്ടിന്യൂ ചെയ്യണം, നിങ്ങൾക്ക് എന്ത് സപ്പോർട്ട് വേണമെങ്കിലും ചെയ്തു തരാമെന്ന് പറഞ്ഞ്. അങ്ങനെ അവിടെ നിന്നാണ് ശരിക്കും ആക്ച്വലി എന്നെ മറ്റുള്ളവർ അറിയണം, നല്ലൊരു ബിസിനസ് ആയിട്ട് ലെവലായിട്ട് തുടങ്ങണം എന്ന് അന്ന് മുതലാണ് എനിക്കതൊരു അവിടെ നിന്നാണ് ശരിക്കും ഞാൻ ബിസിനസ് എന്നുള്ള ഒരു ഇതിലോട്ട് ചിന്തിക്കുന്നത്. അങ്ങനെയാണ് ഞാൻ അതിലോട്ട് വരുന്നത്. അപ്പോൾ അന്നിപ്പോൾ മിക്സി ഉണ്ടാക്കി കൊടുക്കുന്നു, അതുപോലെ തന്നെ ക്രിയേറ്റീവ് ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ ഉണ്ടാവും. അപ്പോൾ ഇതിൽ നിന്ന് കിട്ടുന്ന ഒരു തുക വെച്ചിട്ട് എന്തൊക്കെയാണ് ചെയ്തിരുന്നത്? ആദ്യമായിട്ട് ചെയ്തത് എൻ്റെ വീട് പട്ടാന്ന് മീൻസ് പാലക്കാടിൽ ഓല ഒക്കെ അറിയാം, പനയുടെ ഓല എന്ന് പറയുന്നത്. അത് വെച്ചിട്ടാണ് എൻ്റെ വീട് ഉണ്ടായിരുന്നത്. അപ്പം വെച്ചാൽ ഒരാൾ വീട്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ എൻ്റെ അധ്യാപകർ തന്നെ ചിലപ്പോൾ വരാറുണ്ട്. അപ്പം ഇരിക്കാൻ കൊടുക്കാൻ ഒരു ചെയർ ഉണ്ടായിരുന്നില്ല. സോ ആദ്യമായിട്ട് ഞാൻ കിട്ടിയ പൈസ കൊണ്ട് അന്ന് 350 രൂപ സംതിങ് ആണ് അതിനകത്ത് ചെയറിന് പൈസ വരുന്നത്. അപ്പം ഞാൻ ആദ്യമായിട്ട് വാങ്ങിച്ചത് 2 ചെയറാണ് വീട്ടിൽ, പ്ലാസ്റ്റിക് ചെയർ. എൻ്റെ വീട്ടിൽ ആദ്യമായിട്ട് പ്ലാസ്റ്റിക് ചെയർ വാങ്ങിച്ചത് ഞാനാണ്. രണ്ടാമത് കിട്ടിയ വരുമാനം കൊണ്ട് എനിക്ക് ഇലക്ട്രോണിക്സ് താല്പര്യം എന്ന് വെച്ചാൽ മൊബൈൽ ഫോൺ അന്ന് ഇറങ്ങിയ കാലഘട്ടമായിരുന്നു. അപ്പം 800 രൂപയ്ക്ക് മൊബൈൽ കിട്ടുമായിരുന്നു. അങ്ങനെ എൻ്റെ വീട്ടിൽ ആദ്യമായിട്ട് മൊബൈൽ ഫോൺ വാങ്ങിച്ചത് ഞാനാണ്. സോ അങ്ങനെ 2 കാര്യങ്ങളാണ്. പിന്നെ അതിനുശേഷം ഓരോ കാര്യങ്ങളായിട്ട് എൻ്റെ പഠനത്തിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോകുക. ശരിക്കും ആ ഒരു ചെറിയ പ്രായത്തിൽ നമ്മളുടെ വീട്ടിലേക്ക് ഇങ്ങനെ ചെറിയ ഒരു സാധനങ്ങൾ വാങ്ങുക, ഇതൊന്നും ഒരു നിസ്സാര കാര്യമാണ്. നമ്മളുടെ ജീവിതത്തിൽ ഒരു ആംബിഷൻ, അതെല്ലാം നമ്മൾ ആ ഒരു ത്രൂ ഔട്ട് നമ്മൾ ചെയ്യുന്നതാണ്. പക്ഷെ അതൊക്കെ അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ ഒരാഴ്ചൻ്റെ ഉള്ളിൽ തോന്നിയ ഒരു മനോഭാവം അല്ലെങ്കിൽ എന്തൊക്കെയാണ് മനസ്സിലുണ്ടായിരുന്നത്? ഇല്ല സാർ, അത് നമ്മുടെ സാഹചര്യം അങ്ങനെയായിരുന്നു. എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരാളെ വീട്ടിൽ, ഇപ്പോൾ മാഷ്മാരെ വീട്ടിൽ വന്ന് നിലത്താണ് ഞാൻ ഇരുത്താറുള്ളത്. അപ്പോൾ
അതെനിക്ക് വിഷമമാവുന്നു. അപ്പോൾ അതുകൊണ്ട് ആ സാഹചര്യം മറികടക്കാൻ അങ്ങനെ ചെയ്തു എന്നുള്ളൊരു കാര്യമുള്ളൂ സർ. അപ്പോൾ അന്ന് നമ്മൾ ഇതുപോലെ ക്രിയേറ്റീവായിട്ട് ചെയ്യുന്നു, പഠിക്കുന്നു. അതെ. അപ്പോൾ വീട്ടുകാരുടെയൊക്കെ ഒരു നമ്മുടെ സപ്പോർട്ട് എത്രത്തോളം അന്ന് ഉണ്ടായിരുന്നു? വീട്ടുകാർ നല്ല സപ്പോർട്ടായിരുന്നു. വെച്ചാൽ വീട്ടുകാരും നല്ല രീതിക്ക്, ഞാൻ നന്നായിട്ട് പഠിക്കുന്നുണ്ട്, അപ്പോൾ അതുകൊണ്ട് എൻ്റെ പഠനത്തിന് ഇത് ബാധിക്കുന്നില്ല. ഞാൻ എത്ര ജോലി ചെയ്താലും ശനി ഞായറും ജോലിക്ക് പോയാലും അവർക്ക് പ്രശ്നമല്ല, ഞാൻ നന്നായിട്ട് പഠിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർക്കതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയില്ല, നല്ല സപ്പോർട്ടായിരുന്നു. പിന്നെ ഈ എഞ്ചിനീയറിംഗ് പഠനശേഷം നമ്മൾ എന്തൊക്കെയാണ് ചെയ്തത്, അല്ലെങ്കിൽ ഓട്ടർ എന്ന ബ്രാൻഡിലേക്ക് എത്തുന്ന വരെയുള്ള ഒരു കാലഘട്ടം എങ്ങനെയായിരുന്നു? ആക്ച്വലി ഞാൻ പിന്നെ അതിനുശേഷം എഞ്ചിനീയറിംഗ് കഴിഞ്ഞു. എഞ്ചിനീയറിംഗ് ആക്ച്വലി ഞാൻ പ്രൈവറ്റായിട്ടാണ് ചെയ്തത്, കാരണം എനിക്ക് കോളേജിലോട്ട് പോകാനുള്ളൊരു സാമ്പത്തിക സ്ഥിതി ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ AMI ആണ് ചെയ്തത്. പിന്നെ അതിനുശേഷം ഞാൻ ഒരു ടീച്ചറായിട്ട് വർക്ക് ചെയ്തു, ടാൻഡം കോളേജിൽ വർക്ക് ചെയ്തു. അതിനുശേഷം പിന്നെ ഡിപ്ലോമ, ഞാൻ എൻ്റെ ഈവനിങ് ടൈമിൽ ഡിപ്ലോമ ചെയ്യുമായിരുന്നു. അതായത് ഇവിടെ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ട് ഞാൻ ഈവനിങ് ഡിപ്ലോമ ജോയിൻ ചെയ്യും. രാവിലെ ഒരു എംബഡഡ് കോഴ്സും കൂടെ ചെയ്തിട്ടുണ്ട്, ഇലക്ട്രോണിക്സിൽ കുറച്ചുകൂടെ ഇമ്പ്രൂവ് ആവാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഒരു കോഴ്സ് കൂടെ ചെയ്യും. അപ്പോൾ രാവിലെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 5:30 ആകുമ്പോൾ ഇറങ്ങും, 6 മണിക്ക് ക്ലാസ്. 6 മണി ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ അഗെയിൻ കോളേജിൽ ക്ലാസ് എടുക്കാൻ പോകുന്നുണ്ടായിരുന്നു. അതിനുശേഷം 5 മണിക്ക് വീണ്ടും കോളേജിലോട്ട് പഠിക്കാൻ പോകുമായിരുന്നു. അങ്ങനെ ഏകദേശം 11 മണിയാകുമ്പോഴാണ് വീടെത്തുക. പിന്നെ ബാക്കി റെക്കോർഡ് വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അങ്ങനെയാണ് എൻ്റെ ഒരു സ്റ്റഡീസ് ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് എൻജിനീയറിംഗ് ഒക്കെ കഴിഞ്ഞ് ഡിപ്ലോമയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പം പിന്നെ ജോലിയോട് അങ്ങനെ വലിയ താല്പര്യം, എന്തെങ്കിലും ഒന്ന് തുടങ്ങണമെന്നുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ട് ഇതൊന്നും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് വെച്ചാൽ ഒരു എന്താ പറയുക, ഒരു 50,000 രൂപ, അതായത് വീട്ടിലെല്ലാ സാധനങ്ങളും കൂടെ പെറുക്കി വിറ്റാൽ പോലും ഈ 50,000 രൂപ കിട്ടില്ല എന്ന് വെച്ചാൽ. അപ്പോൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടല്ലോ. അപ്പോൾ എന്ത് തുടങ്ങുകയാണെങ്കിലും മിനിമം കുറച്ച് സംഭവങ്ങളും വേണമായിരുന്നു. അപ്പോൾ ഞാൻ അന്ന് ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ളൊരു ജോബ് എന്ന് വെച്ചാൽ, അങ്ങനെയല്ല, ഞങ്ങൾ കൃഷിയുടെ ബന്ധപ്പെട്ടൊന്ന് പുല്ല് വെട്ടാൻ ഉള്ളൊരു പരിപാടിയാണ് ഏറ്റവും കാശ് കിട്ടുന്നൊരു പരിപാടി. അപ്പോൾ ഞാൻ പാലക്കാട് ഭാഗത്ത് അപ്പോൾ പാടത്ത് പറമ്പുകളൊക്കെ പുല്ല് വെട്ടാൻ പോകും. അപ്പം ഞാൻ ചിന്തിച്ചു ഒരു പുല്ല് വെട്ടുന്ന മെഷീൻ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാനൊരു പുല്ല് വെട്ടുന്ന മെഷീൻ വാങ്ങിച്ചു. എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ടാണ്. പുല്ല് വെട്ടാൻ ഞാൻ ഇങ്ങനെ ഓൺലൈനിലൊക്കെ കൊടുത്തു, ഇങ്ങനെ പുല്ല് വെട്ടാൻ ഉണ്ടെങ്കിൽ സമീപിക്കാമെന്ന്. അങ്ങനെ എൻ്റെ നാട്ടിൽ അത്യാവശ്യം നിറയെ പുല്ല് വെട്ടാനൊക്കെ കിട്ടി. എന്ന് വെച്ചാൽ ഒരു ദിവസം നമുക്കൊരു ഫുൾ ഡേ വർക്ക് ചെയ്ത് ഒരു 1,800 രൂപയുടെ അടുത്തോളം പ്രോഫിറ്റായിട്ട് കിട്ടും. പ്രോഫിറ്റായിട്ട് പെട്രോളിൻ്റെ എക്സ്പെൻസൊക്കെ കഴിഞ്ഞ് അങ്ങനെ കുറേ ദിവസം പുല്ല് വെട്ടാൻ പോയി. അപ്പം നാട്ടുകാരൊക്കെ ഏകദേശം എന്നെ കളിയാക്കുന്ന മട്ടിലാന്ന് വെച്ചാൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞു ഇത്രയൊക്കെ പഠിത്തം. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ പുല്ലുവെട്ടിൻ്റെ ഇടയിൽ എൻ്റെ ഒരു ഫ്രണ്ടിനൊക്കെ കണ്ടിരുന്നു. അപ്പം പുള്ളി എൻ്റെ അടുത്ത് വളരെ ദയനീയമായിട്ട് പറഞ്ഞു, എന്ത് പറ്റിയെന്ന്. അപ്പം ഇല്ലടാ, ഞാൻ ഇങ്ങനെ കുറച്ച് പരിപാടികളുണ്ട്, അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നതെന്ന് പറഞ്ഞു. അല്ല, അവരെ സംബന്ധിച്ച് അവർക്കറിയില്ല നമ്മളിതിന് നമ്മുടെ സ്വന്തം സ്ഥാപനത്തിലേക്കുള്ള ക്യാപിറ്റൽ കണ്ടെത്താൻ വേണ്ടിയിട്ടാണെന്നുള്ളത്. അപ്പോൾ ആദ്യം കുറച്ച് എമൗണ്ടും കാര്യങ്ങളൊക്കെ കണ്ടെത്തി എൻ്റെ ഒരു ഫ്രണ്ട് മുഖേന അങ്ങനെ ഞങ്ങൾ അങ്ങനെ ആദ്യമായിട്ട് ചെയ്തതെന്ന് വെച്ചാൽ വാട്ടർ ലെവൽ കൺട്രോളർ, ഇലക്ട്രോണിക്സിലെ ഏറ്റവും ബേസിക് ആയിട്ടുള്ളൊരു സാധനമാണ്. അപ്പോൾ അത് ഒന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഫണ്ട് അവിടെ നിന്ന് കണ്ടെത്തി. എന്നിട്ട് കുറച്ച് പ്രൊഡക്ട്സുകൾ ഉണ്ടാക്കി ഞങ്ങൾ വീടാന്തരം കയറി മാർക്കറ്റ് ചെയ്യലായിരുന്നു ആദ്യത്തെ. എനിക്കറിയില്ല മാർക്കറ്റ് എന്താണ്. ഞാനന്ന് വിചാരിച്ചത് എൻ്റെ പ്രൊഡക്റ്റ് എല്ലാവരും ആക്സെപ്റ്റ് ചെയ്യുന്നതാണ്. സോ അപ്പം ഞാൻ വീടാന്തരം കയറി മാർക്കറ്റ് ചെയ്തു. അപ്പോൾ ഇതിനും പെട്രോൾ എക്സ്പെൻസ് വേണം. അപ്പം നമ്മൾ ആക്ച്വലി ആഴ്ചയിൽ 2 ദിവസം മാർക്കറ്റിങ്ങിന് പോകും, ബാക്കി ദിവസം പണിക്ക് പോകും. അപ്പോൾ അങ്ങനെ അത് മാർക്കറ്റ് ചെയ്ത് നോക്കി, അത് എങ്ങും എത്തണില്ല. സോ എന്ന് വെച്ചാൽ അന്ന് ഉണ്ടാക്കിയ പ്രൊഡക്റ്റ് എല്ലാം വിറ്റു, പക്ഷെ അപ്പോഴും അതൊരു നല്ല രീതിയായിട്ട് തോന്നുന്നില്ല. അങ്ങനെ അത് തൽക്കാലം അത് സ്റ്റോപ്പ് ചെയ്തു, അങ്ങനെ ഫുള്ളിയായിട്ട് സ്റ്റോപ്പ് ചെയ്തു. ഇപ്പോൾ നമ്മൾ ഏറെ പ്ലാൻ ചെയ്ത് നമ്മൾ സക്സസ് ആകുമെന്ന് പറഞ്ഞൊരു സ്റ്റാർട്ട് ചെയ്തു ഒരു പ്രോഡക്റ്റ്, പക്ഷെ അത് എങ്ങും എത്തിയില്ല. പിന്നീട് എന്താണ് ചെയ്തത്? പിന്നെ ഞാൻ ഒരു 2 സ്ഥാപനത്തിൽ വർക്കിന് കയറി. കാരണം വീട്ടിലെ സാമ്പത്തിക സ്ഥിതി കുറച്ചുകൂടെ ബുദ്ധിമുട്ടായി എന്ന് വെച്ചാൽ, പിന്നെ എഞ്ചിനീയറിംഗ് കഴിഞ്ഞൊരു ആളെ വീട്ടിലിരിക്കുന്നുള്ളത് വീട്ടുകാർക്കും ഒരു വിഷമമുള്ള കാര്യമായി തുടങ്ങി. നാട്ടുകാരും വേറെ പ്രശ്നങ്ങളായ. അപ്പം ഞാൻ പിന്നെ അങ്ങനെ ഒരു ജോലിക്ക് കയറി. അതിനുശേഷം പിന്നെ എനിക്ക് വാട്ടർ അതോറിറ്റിയിൽ നിന്നൊരു പ്രോജക്റ്റ് കിട്ടി. എന്ന് വെച്ചാൽ വെള്ളത്തിൻ്റെ ലെവൽ അറിയാൻ വേണ്ടിയിട്ടുള്ളൊരു സംഭവം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് ഒരു കമ്പനിയുടെ അല്ലെങ്കിൽ GSTയുടെ ഒക്കെ ആവശ്യം വന്നു. അപ്പോഴാണിങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ട് മോനിഷ് എന്ന് പറഞ്ഞ ഒരു പുള്ളിയായിട്ട് ഞാൻ അപ്പോൾ നല്ല ഫ്രണ്ടായിരുന്നു. അപ്പം എൻ്റെ ഒരു പാർട്ട്ണർ കൂടെയാണ്. അപ്പോൾ പുള്ളിയായിട്ട് അസോസിയേറ്റ് ചെയ്ത് അവിടെ ഒരു റൂം, ആദ്യത്തെ റൂം ഒരു 3,000 രൂപ അഡ്വാൻസ് ആണ്. അത് വലിയൊരു എമൗണ്ട് ആയിരുന്നു എനിക്ക്. ആദ്യത്തെ ഓഫീസ് കൂടിയായിരുന്നു. ആദ്യത്തെ ഓഫീസ് കൂടെ 1,100 രൂപ വാടകയും 3,000 രൂപ ആയിട്ടുള്ളൊരു ഇതായിരുന്നു. അങ്ങനെ അത് ആ റൂം എടുക്കുകയും ചെയ്തു. GST ഒക്കെ പ്രൊസീഡ് ചെയ്തു. അങ്ങനെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊക്കെ അതൊക്കെ ചെയ്തു. അങ്ങനെ വാട്ടർ അതോറിറ്റിയുടെ പ്രൊജക്റ്റ് ആദ്യമായിട്ട് ചെയ്തു. അപ്പോൾ അതിനകത്ത്
അതാണ് എൻ്റെ ആദ്യത്തെ ലൈഫിൽ ഞാൻ ഒരു എന്താ പറയുക സ്ട്രക്ചേർഡ് ആയിട്ടുള്ളൊരു വർക്കായിട്ട് ചെയ്തത്. അതിനുശേഷം കുറേ വർക്കുകൾ കാര്യങ്ങളൊക്കെ കിട്ടിത്തുടങ്ങി. പിന്നെ CCTV ആണ് ഞാൻ പിന്നെ അധികം കുറച്ചുകൂടെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമായിരുന്നു CCTVയുടെ ചെയ്യണം. അപ്പോൾ അങ്ങനെ കുറേ ക്ലയൻസിനെ കിട്ടി. അതിനുശേഷം പിന്നെ വാട്ടർ ട്രീറ്റ്മെൻറ്റ് തുടങ്ങി, വെള്ളത്തിൻ്റെ ട്രീറ്റ്മെൻറ്റ്. അപ്പം ഈ പുള്ളി മോനിഷ് എന്ന് പറഞ്ഞ പുള്ളിയാണ് എന്നെ എന്ന് വെച്ചാൽ നല്ല ഒരു ബ്രദറെ പോലുള്ളൊരു പാർട്ട്ണറാണ്. സോ അങ്ങനെ ഞാനും പുള്ളിയും കൂടിയിട്ടാണ് ഈ ആക്ച്വലി ഒരു ഓട്ടർ എന്നുള്ള ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യുന്നത്. ശരിക്കും എന്താണ് ഓട്ടർ എന്ന ബ്രാൻഡിൽ ചെയ്യുന്നത്? വാട്ടർ ട്രീറ്റ്മെൻറ്റ്, സെക്യൂരിറ്റി സിസ്റ്റം, ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ എന്നുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. നമ്മൾ ഓൾ ഓവർ കേരളയാണോ? അല്ല, നമ്മൾ ഓൾ ഓവർ ഇന്ത്യയാണ് ചെയ്യുന്നത്. ഇപ്പോൾ സൗത്ത് ഇന്ത്യയിൽ ഏകദേശം 3000-ഓളം കസ്റ്റമേഴ്സ് നമ്മുടെ ഓട്ടറിന് ഉണ്ട്. ഇപ്പം നമുക്ക് 2 സ്ഥാപനങ്ങളുണ്ടെന്ന് പറഞ്ഞു. എന്തൊക്കെയാണ് 2 സ്ഥാപനങ്ങൾ? ഓട്ടർ വാട്ടർ ട്രീറ്റ്മെൻറ്റ് ആൻഡ് മാനേജ്മെൻറ്റ് സിസ്റ്റംസ് എന്നുള്ള ഒരു സ്ഥാപനമുണ്ട്. വാട്ടർ ട്രീറ്റ്മെൻറ്റും അതിൻ്റെ ഫിൽട്രേഷൻ കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്യുന്ന ഒരു സ്ഥാപനമുണ്ട്. പിന്നെ ഓട്ടർ ഓട്ടോമേഷൻ ആൻഡ് ടെക്നിക്കൽ സെൻറ്റർ, അത് ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ, ഇൻഡസ്ട്രിയൽ IoT അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നൊരു സ്ഥാപനമാണ്. വിശദീകരിച്ചൊന്ന് പറയാമോ? ഈ വാട്ടർ ട്രീറ്റ്മെൻറ്റ് ആൻഡ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൽ ചെയ്യുന്നത് വാട്ടർ ട്രീറ്റ്മെൻറ്റ്, വെള്ളത്തിൻ്റെ ഏത് പ്രശ്നങ്ങളും നമ്മൾ ഡൊമസ്റ്റിക് ആണെങ്കിലും ഇൻഡസ്ട്രിയൽ ആണെങ്കിലും കംപ്ലീറ്റ് ആയിട്ട് അതിന് മെഷീൻസ് വെച്ച് ഉപയോഗിച്ച് അതിനെ സോൾവ് ചെയ്യുന്നു. വാട്ടർ പ്യൂരിഫയേഴ്സ്, ഇൻഡസ്ട്രിയൽ RO പ്ലാന്റ്സ്, അങ്ങനെയാണ് അത് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ തന്നെ വാട്ടറിൻ്റെ IoT കൂടെ ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ വെള്ളത്തിൻ്റെ ക്വാളിറ്റി അവർക്ക് മൊബൈലിലിരുന്ന് തന്നെ അനലൈസ് ചെയ്യാം. ഇപ്പോൾ ഒരു കമ്പനിയുടെ എത്ര വെള്ളം യൂസ് ചെയ്യുന്നുണ്ട്, എത്ര കൺസംഷൻ ഉണ്ട്, അത് വേസ്റ്റ് വാട്ടറാണോ, വെള്ളത്തിൻ്റെ ക്വാളിറ്റി എങ്ങനെയാണ്, അങ്ങനെയുള്ള ഒരു IoT പ്ലാറ്റ്ഫോമും കൂടെ ചെയ്യുന്നുണ്ട്. അതുകൂടാതെ നമ്മൾ ഓട്ടോമേഷൻ ആൻഡ് ടെക്നിക്കൽ സെൻറ്ററിൽ ചെയ്യുന്നത് ഇൻഡസ്ട്രിയൽ പാനൽസ്, ഇൻഡസ്ട്രീസിലേക്ക് വേണ്ടുള്ള പാനൽസ്, മെഷീൻസിൻ്റെ ഓട്ടോമേഷൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് അതിനകത്ത് കൂടുതൽ ചെയ്യുന്നത്. അതുപോലെ ഇൻഡസ്ട്രിയൽ IoT കൂടെ ചെയ്യുന്നുണ്ട്. ഓക്കെ. ഇതിപ്പോൾ ഈ 2 കാറ്റഗറി ടോട്ടൽ നമുക്ക് എത്ര ക്ലയൻസ് ഉണ്ടെന്നാണ് പറയുന്നത്? ഏകദേശം 3000-ഓളം കസ്റ്റമേഴ്സാണ് ഉള്ളത്. ഇപ്പോൾ വെള്ളത്തിൻ്റെ കേസ് പറഞ്ഞുകൊണ്ടിട്ട് ഇപ്പോൾ നമ്മൾ കുടിക്കുന്ന വെള്ളം എത്രമാത്രം ശുദ്ധമാണ്? വെള്ളം ഒരുപാട് പൊള്യൂട്ടഡ് ആയിട്ടുണ്ട്. നമ്മൾ നാട്ടിൻ പുറത്ത്, ഇപ്പം ഞാൻ താമസിക്കുന്നത് വളരെ ഗ്രാമപ്രദേശമാണ്. അവിടെ പോലും എന്ന് വെച്ചാൽ അവിടെ അധികം പോപ്പുലേഷൻ ഇല്ല, പക്ഷെ അവിടെ പോലും വെള്ളത്തിൽ പൊള്യൂട്ടഡ് ആയിട്ടുണ്ട്. സോ അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ കുടിക്കുന്ന വെള്ളം എപ്പോഴും ടെസ്റ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ടെസ്റ്റ് ചെയ്ത് അതിൻ്റെ ക്വാളിറ്റി എപ്പോഴും നമ്മൾ പരിശോധിക്കേണ്ട കാര്യമുണ്ട്. കാരണം അടുത്തുള്ള ബാത്റൂമിൽ നിന്ന് സീപ്പേജ് വരും, നമ്മൾ അറിയാതെ തന്നെ വരുന്ന കാര്യമാണ്. സീപ്പേജ് ഉണ്ടാവും, അല്ലെങ്കിൽ ഈ മാലിന്യങ്ങൾ അതിനകത്ത് ഉണ്ടാവും. സോ അത് നമ്മൾ ഒരു ദിവസം ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളം തന്നെയാണ്. നമ്മുടെ ശരീരത്തിലൊരു 70% വെള്ളം തന്നെയാണ്. സോ നമ്മൾ നല്ല വെള്ളമാണെങ്കിൽ നമുക്ക് അസുഖങ്ങളും കാര്യങ്ങളൊക്കെ കുറയ്ക്കാൻ പറ്റും. ഇപ്പോൾ ഒരു 3000-ഓളം ക്ലയൻസിലേക്ക് നമ്മളെത്തി. ആ ഒരു ഓട്ടറിൻ്റെ ഒരു ഫസ്റ്റ് ക്ലയൻറ്റ് തൊട്ട് ഈ 3000 ക്ലയൻറ്റ് വരെ എത്തിയ ഒരു കഥ ഒന്ന് ചുരുക്കി പറയുമോ? നമ്മൾ പറയില്ലേ, അതായത് ഒരാളെ ചൊല്ലുണ്ടല്ലോ, നമ്മളൊരു സാധനത്തിലോട്ട് മുന്നോട്ട് നിന്ന നമ്മുടെ പ്രപഞ്ചം അതിനെ സപ്പോർട്ട് ചെയ്യുന്നു. ആ രീതിക്ക് തന്നെയാണ് നമ്മൾ ശരിക്കും ആത്മാർത്ഥമായിട്ട് പാഷനേറ്റായിട്ട് അത് തുടങ്ങിയതാണ്. സോ ആക്ച്വലി ഞങ്ങളുടെ സൈഡിൽ നിന്ന് മാർക്കറ്റിങ്ങോ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. ഞങ്ങൾ ആദ്യത്തെ ഒരു ക്ലയൻറ്റിന് ചെയ്ത് കൊടുത്തു, അവർ 100% സാറ്റിസ്ഫൈഡ് ആയിരുന്നു. സോ അവരടുത്ത കസ്റ്റമറെ റെഫർ ചെയ്യുന്നു. അങ്ങനെയാണ് ഞങ്ങൾക്ക് ക്ലയൻറ്റിനെ ഞങ്ങളായിട്ട് എനിക്ക് തോന്നുന്നു ഇതുവരെ മാർക്കറ്റിങ്ങിനായിട്ട് ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല. സോ കസ്റ്റമർ ടു കസ്റ്റമർ റെഫറൻസ് ആണ്. കസ്റ്റമേഴ്സ് തന്നെയാണ് എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നതും. സോ കസ്റ്റമർ ശരിക്കും ആക്ച്വലി എനിക്ക് എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു എനിക്കിപ്പോൾ ഒരു 3000 ഫാമിലീസ് ഉള്ള പോലെയാണ് ശരിക്കും. എന്ന് വെച്ചാൽ അവർ ശരിക്കും എൻ്റെ ഒരു ഫാമിലി പോലെ. എന്ത് കാര്യം ഉണ്ടെങ്കിലും ഇപ്പം എന്നോട് ഈവൻ ചില ആളുകൾ അവരുടെ കല്യാണത്തിനൊക്കെ എന്നെ വിളിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ അത്രയും ഒരു ബന്ധം ആണ് കസ്റ്റമേഴ്സായിട്ട് എനിക്കുള്ളത്. ആക്ച്വലി കസ്റ്റമേഴ്സ് അല്ല, ഒരു ഫ്രണ്ട് സർക്കിളാണ് എനിക്ക് ശരിക്കും കൂടിയിട്ടുള്ളത്. ഒരു കസ്റ്റമർ എന്ന് പറയാൻ പറ്റാത്തൊരു ഇതാണ് ഉള്ളത്. ഒരുപാട് ആളുകൾ എന്ന് വെച്ചാൽ അതിൽ പല ആളുകളും എന്ന് വെച്ചാൽ വളരെ ക്ലോസ് ആയിട്ട് എൻ്റെ വീട്ടിലെ ഫംഗ്ഷനിൽ ഉൾപ്പെടെ വരാന കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെയാണ്. ഇപ്പോൾ രാജേഷിൻ്റെ ജീവിതത്തിൽ നിരവധി ടേണിംഗ് പോയിൻറ്റ്സുകളുണ്ട്. ഇപ്പോൾ അതിലിപ്പോൾ മേജറായിട്ട് നമുക്ക് എടുത്ത് പറയാൻ പറ്റുന്ന ടേണിംഗ് പോയിൻറ്റ്സ് എന്തൊക്കെയാണ്? എൻ്റെ ലൈഫ് സ്റ്റൈൽ തന്നെ മാറി. ഞാൻ ആക്ച്വലി ഞാൻ എൻ്റെ ഒരു +2 വരെ എനിക്ക് തോന്നുന്നു പുതിയതായിട്ടൊരു ഡ്രസ്സ് ഞാൻ ഇട്ടിട്ടില്ല. എന്നുവെച്ചാൽ സാമ്പത്തികം എന്നുവെച്ചാൽ എടുക്കാനുള്ളൊരു ബുദ്ധിമുട്ട് അങ്ങനെ ഉള്ളതാണ്. അപ്പം എൻ്റെ അടുത്ത വീട്ടിലെ ഒരു പുള്ളി, ഒരു അജിയേട്ടൻ എന്ന് പറയും. അപ്പോൾ പുള്ളി എന്തെന്ന് വെച്ചാൽ പുള്ളിയുടെ കസിൻസ് ബാംഗ്ലൂരുണ്ട്. അപ്പം അവർ 1 or 2 times ഒക്കെ ഡ്രസ്സ് ഇടുള്ളൂ. അപ്പോൾ ആ ഡ്രസ്സ് ഞങ്ങൾക്ക് കൊണ്ടുതരും. സോ ആ ഡ്രസ്സാണ് അങ്ങനെയാണ് ഞങ്ങൾ 3 പേരും ഏട്ടന്മാരാണെങ്കിൽ അങ്ങനെയാണ് ഞങ്ങൾ ആദ്യമായിട്ട് ഡ്രസ്സ്. അപ്പോൾ അതാണ് ഞാൻ അതിൽ നിന്നെല്ലാം മാറി. ഇപ്പോൾ എനിക്ക് സ്വന്തമായിട്ട് 4 4 വീലേഴ്സ് ഉണ്ട്, വീട്ടിൽ 9ഓളം ബൈക്കുകളുണ്ട്. സോ അതാണ് എൻ്റെ ജീവിതത്തിലെ ടേണിംഗ് പോയിൻ്റ്. ഇതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഒരു ടീച്ചർ നന്നായിട്ട്
സപ്പോർട്ട് ചെയ്യുന്നത്. രാജേശ്വരി ടീച്ചർ എൻ്റെ അമ്മയെ പോലെ ഒരു ടീച്ചറായിരുന്നു. അപ്പം എൻ്റെ ഈ സാഹചര്യങ്ങളൊക്കെ കണ്ടിട്ട് ടീച്ചറാണ് ആദ്യമായിട്ട് എനിക്ക് പുതിയൊരു ഡ്രസ്സ് എനിക്ക് വാങ്ങിച്ചു തന്നത്. അതായത് എൻ്റെ അച്ഛനമ്മ എനിക്ക് തോന്നുന്നു പുതിയതായിട്ട് റെഡിമെയ്ഡ് എടുക്കാൻ, അത് റെഡിമെയ്ഡ് ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് എനിക്ക് പുതിയത് കിട്ടിയത് ടീച്ചറാണ്. അതിന് ശേഷം പിന്നെ 8ാം ക്ലാസ് മുതൽ എന്നെ മെൻറ്റർ ചെയ്തത്. കംപ്ലീറ്റ് ആയിട്ടുള്ള ഡ്രസ്സ്, എൻ്റെ ബുക്സ്, അതിനുള്ള ചിലവും കാര്യങ്ങളൊക്കെ ടീച്ചറാണ് അപ്പം സപ്പോർട്ട് ചെയ്തത്. അതെ അതെ, നമ്മുടെ ജീവിത സാഹചര്യങ്ങളോട് പടപൊരുതി നമ്മൾ ഇവിടം വരെ എത്തി നിൽക്കുന്നു. പക്ഷെ നമ്മൾ അന്ന് കണ്ട ഒത്തിരി സ്വപ്നങ്ങളുണ്ട്. ഞാൻ ആ ഒരു സ്വപ്നത്തിലേക്ക് എത്തും, അല്ലെങ്കിൽ എൻ്റെ വീട്ടുകാർക്ക് വേണ്ടി ഞാൻ ഇത്ര ഇത് ചെയ്യും, അച്ഛൻ കഷ്ടപ്പെടുന്നു കൃഷിയിലൂടെ, അപ്പോൾ അവർക്ക് വേണ്ടിയെല്ലാം ഞാൻ ചെയ്യും. അന്ന് കണ്ട സ്വപ്നങ്ങൾ നമ്മൾ ഇപ്പോൾ നേരത്തെ പറഞ്ഞു, കാറുകളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പക്ഷേ അന്ന് കണ്ട നമ്മൾ സ്വപ്നങ്ങൾ ചെറുതായിക്കോട്ടെ, അതിലേക്ക് എത്രമാത്രം നമ്മൾ എത്തിയിട്ടുണ്ട്, അല്ലെ അതിലേക്ക് നമ്മൾ എത്തിപ്പെട്ടിട്ടുണ്ട്. ആദ്യമായിട്ട് ഉള്ളൊരാഗ്രഹം എന്ന് വെച്ചാൽ സൈക്കിള് വാങ്ങിക്കാനായിരുന്നു. എന്ന് വെച്ചാൽ സ്കൂളിൽ നടന്ന് ഏകദേശം വീട്ടിൽ നിന്നൊരു 3.5 കിലോമീറ്ററോളം സ്കൂളിലോട്ട്. അപ്പം ഏകദേശം എല്ലാവർക്കും സൈക്കിളുണ്ട്. അപ്പോൾ അച്ഛൻ ആ സമയത്ത് മരത്തിൻ്റെ മുകളിൽ നിന്ന് വീണ് വർക്കിനൊന്നും പോകാതെ അമ്മ മാത്രമാണ്, അമ്മ കൂലിപ്പണിക്ക് പോയിട്ടാണ് ഞങ്ങളെ 3 പേരെയും വളർത്തിയത്. അപ്പം ഒരു സൈക്കിൾ വാങ്ങിക്കാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പം സ്വന്തമായിട്ടൊരു സൈക്കിള്. അപ്പോൾ അന്ന് ഒരു 350 രൂപ കൊടുത്ത സൈക്കിൾ കിട്ടുമായിരുന്നു, ഇപ്പോൾ 6ാം ക്ലാസ് ആ കാലഘട്ടങ്ങളിലൊക്കെ. അപ്പം പക്ഷെ അത് വാങ്ങിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. അപ്പം പിന്നെ അതിന് ശേഷമാണ് ഈ സ്ഥാപനം തുടങ്ങിയതിന് ശേഷമാണ് ഇപ്പം സ്റ്റാഫിന് ഉൾപ്പെടെ ഞാൻ വാഹനം വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവർ അതിലാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. അപ്പം അങ്ങനെ കുറേ വാഹനങ്ങളും കാറും ഒക്കെ വാങ്ങിക്കാനായിട്ട് ഓർഡർ എന്നെ സഹായിച്ചിട്ടുണ്ട്. ഇപ്പോൾ 2025 തുടക്കത്തിൽ എത്തി നിൽക്കുന്നു. ഇപ്പോൾ 2030 എത്തുമ്പോൾ ഇപ്പോൾ രാജേഷ് എന്ന വ്യക്തി അല്ലെങ്കിൽ ഓട്ടർ എന്ന ബ്രാൻഡ് ലക്ഷ്യമിടുന്നത് എന്തൊക്കെയാണ്? ഇപ്പോൾ നമ്മുടെ ഓട്ടർ നല്ലൊരു ടീം സ്ട്രെങ്ത്തോടു കൂടി പോകുന്നുണ്ട്. സോ നമ്മളിനി നെക്സ്റ്റ് മന്ത് ഓടുകൂടിയിട്ട്, മന്ത് ലാസ്റ്റോട് കൂടിയിട്ട് എറണാകുളത്തും അത് നെക്സ്റ്റ് മന്ത് തിരുവനന്തപുരത്തും ബ്രാഞ്ചുകൾ ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എവിടെയൊക്കെ ബ്രാഞ്ചുകളുണ്ട്? ഇപ്പോൾ പാലക്കാട് മാത്രമുള്ളത്. ഇനിയിപ്പോൾ എറണാകുളത്തും പിന്നെ തിരുവനന്തപുരത്താണ് അടുത്ത ബ്രാഞ്ചസ് നെക്സ്റ്റ് മന്തോടുകൂടി പ്ലാൻ ചെയ്യുന്നത്. 2030 ഒരു 10ഓളം ബ്രാഞ്ചുകൾ ഓപ്പൺ ചെയ്യാനും ഇന്ത്യക്കകത്ത് കൂടാതെ വിദേശ രാജ്യങ്ങളിൽ 2 ബ്രാഞ്ചുകളും കൂടെ ആയിട്ടാണ് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത്. വളരെ ചെറിയ പ്രായത്തിൽ തുടങ്ങി 2 സ്ഥാപനങ്ങളിൽ എത്തി നിൽക്കുന്നു. ശരിക്കും ഒരു യങ് ഓണ്ടർപ്രണേഴ്സ് അല്ലെങ്കിൽ ഒരു സംരംഭകനാകാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളോട് എന്താണ് രാജേഷിന് പറയാനുള്ളത്? പാഷനേറ്റ് ആയിട്ടിരിക്കുക, നമ്മൾ ചെയ്യുന്ന ജോലിയോട് പാഷനേറ്റ് ആയിരിക്കുക, അതിൽ സ്ഥിരമായിട്ട് നിൽക്കുക. മേ ബി അപ്പ് ആൻഡ് ഡൗൺസ് വന്നുകൊണ്ടേയിരിക്കും, മേ ബി അത് ചിലപ്പോൾ നഷ്ടത്തിലാവാം. പക്ഷെ നമ്മുടെ ഒരു ഐഡിയയിൽ കോൺഫിഡൻ്റ് ഉണ്ടെങ്കിൽ നമ്മളത് നിലനിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ആക്ച്വലി എനിക്കും അങ്ങനെ തന്നെയായിരുന്നു. ആദ്യം ലാഭങ്ങളൊന്നും ഉണ്ടായില്ല, നഷ്ടങ്ങൾ ഉണ്ടാക്കും, മിസ്റ്റേക്സുകൾ വന്നു. അതിനുശേഷം അതിൽ തുടർന്ന് കൊണ്ടുപോയപ്പോഴാണ് നമുക്ക് ഒരുപാട് നല്ല ക്ലയൻസിനെ കിട്ടാനും കാര്യങ്ങളൊക്കെ ആയിട്ട് നിലനിന്ന് പോകുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. ഐഡിയയിൽ കോൺഫിഡൻ്റ് ആവുക, നിലനിന്ന് പോകുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. ഇനിയും ഓട്ടർ എന്ന ബ്രാൻഡ് കൂടുതൽ വളർച്ചയിലേക്ക് എത്തട്ടെ. ഇത് 2 സ്ഥാപനങ്ങളിൽ നിന്നത് 10ലേക്കും 50ലേക്കും 100ലേക്കും എത്തട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. എല്ലാവിധ ഭാവുകങ്ങളും. ഓക്കെ, താങ്ക് യു.